നവകേരള രേഖ ഭാവി കേരളത്തിന് വേണ്ടി LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ 24 പറഞ്ഞു. നവകേരള സൃഷ്ടിക്ക് സഹകരണ മേഖല ഉപയോഗിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ പറയുകയാണ്. LDF കൺവീനറും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ടി പി രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രഭാത നടത്തത്തിലാണ് കൊല്ലം ബീച്ചിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നവകേരള സൃഷ്ടിക്കായുള്ള പുതുവഴികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്താണ്? സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് പരമാവധി സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരു പാർട്ടി നിലപാടിന്റെ ഭാഗമാണ്. ആ ഉത്തരവാദിത്തം കേരളത്തിൽ നിറവേറ്റാനാണ് ശ്രമിക്കുന്നത്. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം കേരളത്തെ മാറ്റാനുള്ള ശ്രമമാണ്. പണമില്ലാത്ത അവസ്ഥയാണ്. കേന്ദ്രം കിട്ടാനുള്ള പണം പോലും തരാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള വിഭവ സമാഹരണം കേരളം നല്ല പ്രതീക്ഷയിലാണ്. കാരണം കേന്ദ്രം ഇങ്ങനെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടും കേരളത്തിന്റെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ. അതിനെ എങ്ങനെയാണ് ഈ നവകേരള സൃഷ്ടിക്ക് ഉപയോഗപ്പെടുത്തുന്നത്? സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിനും സഹകരണ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ നൽകാനുള്ള നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അതാണ് സഹകരണ മേഖലയോട് എടുക്കുന്ന നിലപാട്. സഹകരണ മേഖലയിൽ കോടികൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ആ പണം നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കുക, അത് ആ നിലയിലുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് പാർട്ടിക്കുള്ളത്. അതിന്റെ സാധ്യതകൾ പരിശോധിച്ച് പ്രായോഗികത പരിശോധിച്ച് ഇതെല്ലാം ഈ ഒരു കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ഒരു മേഖലയായി സഹകരണ മേഖല മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ കൂടി നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു രേഖ അംഗീകരിക്കൽ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്.